നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധം 10-ാം അധ്യായം ദേവാസുര യുദ്ധം എന്നുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ ഏകദേശം പകുതിയോളം ഭാഗം കണ്ടു. ഇനി ഈ അധ്യായത്തിലെ ബാക്കി തുടരാനുണ്ട്. 58ഓളം ശ്ലോകങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 10-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി ദാനവദൈതേയാ നാവിന്ദൻ അമൃതം നൃപ യുക്താഃ കർമ്മണി യത്താശ്ച വാസുദേവ പരാങ്മുഖാഃ. സാദയിത്വാമൃതം രാജൻ പായയിത്വാ സ്വകാൻ സുരാൻ പശ്യതാം സർവഭൂതാനാം യയൗ ഗരുഡവാഹനഃ. സപത്നാനാം പരാമൃദ്ധിം ദൃഷ്ട്വാ തേ ദിതി നന്ദനാഃ. അമൃഷ്യമാനാ ഉത്പേതുഃ ദേവാൻ പ്രതി ഉദ്യതായുധാഃ. തതഃ സുരഗണാഃ സർവേ സുധയാ പീതയൈധിതാഃ. പ്രതി സംയുയുധുഃ ശസ്ത്രൈഃ നാരായണപദാശ്രയാഃ. തത്ര ദൈവാസുരോ നാമ രണഃ പരമദാരുണഃ. രോദസ്യുതന്വതോ രാജൻ തുമുലോ രോമഹർഷണഃ. തത്രാന്യോന്യം സപത്നാസ്തേ സംരബ്ധമനസോരണേ സമാസാദ്യാസിഭിർബാണൈർ നിജഗ്നുർവിവിധായുധൈഃ. ശംഖതൂര്യമൃദംഗാനാം ഭേരീഢമരിണാം മഹാൻ ഹസ്ത്യശ്വരതപത്തീനാം നതതാം നിസ്വനോഭവത്. രഥിനോ രതിഭിസ്തത്ര പത്തിഭിः സഹ പത്തയഃ. ഹയാഹയൈരിഭാശ്ചേഭൈः സമസജ്ജന്ത സംയുഗേ. ഉഷ്ട്രൈഃ കേചിദിഭൈः കേചിദപരേ യുയുധുഃകരൈഃ. കേചിദ് ഗൗരമൃഗൈഃ വൃക്ഷൈഃ ദ്വിഭിർഹരിഭിർബടാഃ. ഗൃദ്രൈഃ കങ്കൈർബകൈരന്യേ ശ്യേനഭാസൈസ്തിമിംഗിലൈഃ. ശരഭൈർമഹിഷൈർഗഡ്ഗൈർഗോവൃഷൈർഗവയാരുണൈഃ. ശിവാഭിർആധുഭിः കേചിത് കൃകലാസൈഃ ശശൈർനരൈഃ. ബസ്തൈരേകേ കൃഷ്ണസാരൈഃ ഹംസൈരന്യേ ച സൂകരൈഃ. അന്യേ ജലസ്ഥലഖഗൈഃ സത്വൈഃ വികൃതവിഗ്രഹൈഃ. സേനയോരുഭയോരാജൻ വിവിശുസ്തേഗ്രതോഗ്രതഃ. ചിത്രധ്വജപടൈരാജൻ ആതപത്രൈഃ സിതാമലൈഃ. മഹാധനൈർവജ്രദണ്ഡൈർവ്യജനൈർബാർഹചാമരൈഃ. വാതോദ്ദൂതോത്തരോഷ്ണീഷ്ണൈഃ ഉഷ്ണീഷൈഃ. അർച്ചിഭിർവർമ്മഭൂഷണൈഃ. സ്ഫുരദ്ഭിർവിശദൈഃ ശസ്ത്രൈഃ സുതരാം സൂര്യരശ്മിഭിഃ. ദേവദാനവവീരാണം ദ്വജിന്യൗ പാണ്ഡുനന്ദന. രേ ചതുർവീരമാലാഭിഃ യാദസാം ഇവ സാഗരൗ. വൈരോചനോ ബലിഃ സംഖ്യേ സോऽസുരാണാം ചമൂപതിഃ. യാനം വൈഹായസം നാമ കാമകം മയ നിർമ്മിതം. സർവസാംഗ്രാമികോ വേദം സർവാശ്ചര്യമയം പ്രഭോ. അപ്രതർക്യമനിർദ്ദേശ്യം ദൃശ്യമാനമദർശനം. ആസ്ഥിതസ്തദ്വിമാനാഗ്ര്യം സർവാനീകാദിഭൈർവൃതഃ. വാലവ്യജനഛത്രാഗ്രൈർരേജേ ചന്ദ്രൈവോദയേ. തസ്യാസൻ സർവതോ യാനൈഃ യൂഥാനാം പതയോസുരാഃ. നമുചിഃ ശംബരോ ബാണോ വിപ്രചിത്തിർ അയോമുഖഃ. ദിമൂർധാ കാലനാഭോത പ്രഹേതിർഹേതിരിൽവലഃ. ശകുനിർഭൂതസന്താപോ വജ്രദംഷ്ട്രോ വിരോചനഃ. ഹയഗ്രീവഃ ശംഖുശിരാഃ കപിലോ മേഘദുന്ദുഭിഃ. താരകശ്ചക്രദൃക്ശുംഭോ നിശുംഭോ ജംഭ ഉത്കലഃ.
അരിഷ്ടോരിഷ്ടനേമിശ്ച മയശ്ച ത്രിപുരാധിപഃ അന്യേ പൗലോമകാലേയാഃ നിവാതകവചാദയഃ അലബ്ധഭാഗാ സോമസ്യ കേവലം ക്ലേശഭാഗിനഃ സർവ ഏതേരണമുഖേ ബഹുശോ നിർജിതാമരാഃ സിംഹനാദാൻ വിമുഞ്ചന്തഃ ശംഖാൻ ദദ്മുർമഹാരവാൻ ദൃഷ്ട്വാ സപത്നാൻ ഉത്സിക്താൻ വലഭിത് കുപിതോ വൃശം ഐരാവതം ധിക്കരിണമാരൂഢ ശുശുഭേ സ്വരാട് യഥാ സ്രവത് പ്രസ്രവണം ഉദയാദ്രിം അഹർപതിഃ തസ്യാസൻ സർവതോ ദേവാ നാനാവാഹധ്വജായുധാഃ ലോകപാലാഃ സഹഗണൈഃ വായുഅഗ്നിവരുണാദയഃ തേ അന്യോന്യമഭിസംസൃത്യ ക്ഷിപന്തോ മർമ്മഭിർമിദഃ ആഹ്വയന്തോ വിശന്തോഗ്രേ യുയുധുർദ്വന്ദ്വയോധിനഃ യുയോധ ബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിനാ യുധ്യൻ മിത്രോ രാജൻ പ്രഹേതിന യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യുയുധേ ത്വഷ്ട്രാ സവിത്രാ തു വിരോചനഃ അപരാജിതേന നമുചിഃ അശ്വിനൗ വൃഷപർവണ സൂര്യോ ബലിസുതൈർദേവോ ബാണജ്യേഷ്ഠൈ ശതേന ച രാഹുണാ ച തദാ സോമഃ പുലോമുനാ യുയുധേ അനിലഃ നിശുംഭശുംഭയോർദേവി ഭദ്രകാളീ തരസ്വിനി വൃഷാകഭിസ്തു ജംഭേന മഹിഷേണ വിഭാവസുഃ ഇൽവലഃ സഹ വാതാഭിഃ ബ്രഹ്മപുത്രൈരരിന്ദമ കാമദേവേന ദുർമർഷ ഉത്കലോ മാതൃഭിഃ സഹ ബൃഹസ്പതിശ്ചോശനസാ നരകേണ ശനൈശ്ചരഃ മരുതോ നിവാതകവചൈഃ കാലേയൈർവസവോമരാഃ വിശ്വേ ദേവാസ്തു പൗലോമൈഃ രുദ്രാ ക്രോധവശൈഃ സഹ തയേവമാജൗ അസുരാസുരേന്ദ്രാ ദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാഃ അന്യോന്യമാസാദ്യ നിജഗ്നുരോജസാ ജിഗീഷവസ്തീക്ഷ്ണശരാസി തോമരൈഃ ഭുഷുണ്ഡിഭിഃ ചക്രഗദർഷ്ടിപട്ടിശൈഃ ശക്ത്യുൽമുഖൈഃ പ്രാസപരശ്വധൈരപി നിസ്ത്രിംശഭല്ലൈഃ പരിഘൈഃ സമുദ്ഗരൈഃ സബിന്ദിപാലൈശ്ച ശിരാംസി ചിച്ഛിതുഃ ഗജാസ്തുരംഗാഃ സരഥാപദാദയഃ സാരോഹവാഃ വിവിധാ വിഖണ്ഡിതാഃ നികൃത്തബാഹൂർശിരോധരാംക്രയഃ ഛിന്നധ്വജേഷ്വാസതനുത്രഭൂഷണാഃ തേഷാം പദാഘാതരദാംഗചൂർണിതാദ് ആയോധനാദുൽബണ ഉത്തിതസ്തദാ രേണുർദിശഖം ദ്യുമണിം ച ഛാദയന്യവർത്തതാസ് അസൃക്ശ്രുതിഭിഃ പരിപ്ലുതാത് ശിരോഭിരുദ്ധൂതകിരീടകുണ്ഡലൈഃ സംരംഭദൃഗ്ഭിഃ പരിദഷ്ടദച്ഛദൈഃ മഹാഭുജൈഃ സാഭരണൈഃ സഹായുധൈഃ സാ പ്രാസ്തൃതാ ഭൂഃ കരബോരുബിർബഭൗ കബന്ധാസ്തത്ര ചോത്പേതുഃ പതിതഃ സ്വശിരോക്ഷിഭിഃ ഉദ്യതായുധദോർദണ്ഡൈരാധാവന്തോ ഭടാൻമൃദേ ബലിർമഹേന്ദ്രം ദശഭിഃ ത്രിഭിർ ഐരാവതം ശരൈഃ ചതുർഭിശ്ചതുരോ വാഹാൻ ഏകേനാരോഹമർച്ചയത് സതാൻ ആപതതഃ ശക്രഃ താവദ്ഭിഃ ശീഘ്രവിക്രമഃ ചിച്ഛേദ നിശിതൈർഭല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവ തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷഃ ശക്തിമാദതേ താം ജ്വലന്തീം മഹോൽകാഭാം ഹസ്തസ്ഥാം അച്ഛിനദ് ഹരിഃ തതഃ ശൂലം തതഃ പ്രാസം തതസ്തോമരമൃഷ്ടയഃ യദ്യത് ശസ്ത്രം സമാദദ്യാത് സർവം തദച്ഛിനദ് വിഭുഃ സസർജ അധ ആസുരീം മായാം അന്തർധാനഗതോസുരഃ തതഃ പ്രാദുരഭൂത് ശൈലഃ സുരാനീകോ പരിപ്രഭോ തതോ നിപേതുസ്തരവോ ദഹ്യമാനാദവാഗ്നിന ശിലാസടംഗശിഖരാശ്ചൂർണയന്ത്യോ ദിശദ്ബലം മഹോരഗാ സമുത്പേതുഃ ദന്തശൂഗാ സവൃശ്ചികാഃ സിംഹവ്യാഘ്രവരാഹാശ്ച മർദയന്തോ മഹാഗജാൻ യാദുധാന്യശ്ച ശതശഃ ശൂലഹസ്താ വിവാസസഃ ഛിന്ദി ഭിന്ദി ദിവാദിന്യഃ തഥാരക്ഷോ ഗണാ പ്രഭോ തതോ മഹാഘനാ വ്യോംനി ഗംഭീരപരുഷസ്വനാഃ അംഗാരാൻ മുമുചുർവാതൈഃ ആഹതാസ്തനയിത്നവഃ സൃഷ്ടോ ദൈത്യേന സുമഹാൻ വന്നിശ്വസനസാരഥിഃ
സാംവർത്തകൈവാത്യുഗ്രോ വിബുധധ്വജിനീം അധാക് തതഃ സമുദ്ര ഉദ്വേലഃ സർവദ പ്രത്യദൃശ്യത പ്രചണ്ഡവാതൈരുദ്ധൂതതരംഗാവർത്തഭീഷണഃ ഏവം ദൈത്യൈർമഹാമായൈഃ അലക്ഷ്യഗതിഭീഷണൈഃ സൃജ്യമാനാസു മായാസു വിഷേദുഃ സുരസൈനികാഃ ന തത്പ്രതിവിധിം യത്ര വിദുരിന്ദ്രാദയോ നൃപ ധ്യാതഃ പ്രാദുരഭൂത്തത്ര ഭഗവാൻ വിശ്വഭാവനഃ തതഃ സുപർണാം സകൃതാംഗ്രിപല്ലവഃ പിശങ്കവാസാ നവകഞ്ചലോചനഃ അദൃശ്യതാഷ്ടായുധബാഹുരുല്ലസത് ശ്രീകൗസ്തുഭാനർഘ്യകിരീടകുണ്ടലഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തസ്മിൻ പ്രവിഷ്ട്യ അസുരകൂടകർമ്മജാ മായാവിനേസുർമഹിനാമഹീയസഃ സ്വപ്നോ യദാ ഹി പ്രതിബോധ ആഗതേ ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം ദൃഷ്ട്വാ മൃധേ ഗരുഡവാഹമി ഭാരിവാഹ ആവിദ്യ ശൂലമഹിനോദതകാലനേമിഃ തല്ലീലയാ ഗരുഡമൂർധ്നി പദഗൃഹീത്വാ തേനാഹനൻ നൃപ സവാഹമരിം ത്രദീശഃ മാലീ സുമാലി അതിബലൗ യുതിപേതതുർയച്ചക്രേണ കൃത്തശിരസൗ അതമാല്യവാൻ തം ആഹത്യ ദിഗ്മഗതയാഹനത് അണ്ഡജേന്ദ്രം താവത് ശിരോച്ചിനത് അരേർ നദതോരിണാദ്യഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ദേവാസുര സംഗ്രാമേ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. രാവിലെ നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടരാം. അമൃത മദനം കഴിഞ്ഞ് അസുരന്മാർ അമൃത കലശം തട്ടിയെടുത്തപ്പോൾ ഭഗവാൻ മോഹിനിയായി അവതരിച്ച് അസുരന്മാരെ മായാമോഹം കൊണ്ട് വഞ്ചിച്ച് അവരുടെ ഇന്ന് കലശം കൈക്കലാക്കി ദേവന്മാർക്ക് മാത്രം വിതരണം ചെയ്തതായിട്ടുള്ള അതിമനോഹരമായ ഭഗവാന്റെ ലീല കഴിഞ്ഞ 9-ാം അധ്യായത്തിൽ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അങ്ങനെ അമൃതം കിട്ടാതിരുന്ന, വെറും പ്രയത്നം മാത്രം ബാക്കിയായ, നിരാശരായ, ക്രോധം കൊണ്ട് ആവേശിതരായ അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കാനായിക്കൊണ്ട് വന്നതും, ആ എങ്ങനെയൊക്കെയാണ് അവർ വന്നത്, ഏതൊക്കെ വാഹനങ്ങളിൽ, ഏതൊക്കെ ആയുധങ്ങളുമായി, ആരൊക്കെയാണ് അതിൽ നേതാക്കൾ എന്നൊക്കെയാണ് ഇന്ന് രാവിലെ നമ്മൾ വിസ്തരിച്ച് കണ്ടത്. അത് വായിക്കുമ്പോൾ തന്നെ വ്യക്തമായി കാണും. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്നത് വരെയാണ് നമ്മൾ രാവിലെ 27-ാം ശ്ലോകം വരെ പറഞ്ഞു വെച്ചത്. ദേവന്മാരിൽ പ്രമുഖന്മാരാരാണെന്നും കുറച്ചു പേരെ എടുത്തു പറഞ്ഞു. അസുരന്മാരിൽ പ്രമുഖന്മാർ 10-31 പേര് മഹാബലിയുടെ സേനാനായകന്മാരായി കൂടെയുള്ളവരെ എടുത്തെടുത്ത് പറഞ്ഞു. അവർ തമ്മിലുള്ള ഘോരമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ഒരു ഭാഗത്ത് മഹാബലി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇന്ദ്രൻ സൂര്യനെ പോലെ ശോഭിക്കുന്നു എന്നിങ്ങനെയെല്ലാം വർണ്ണിച്ചിരുന്നു. ഇവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അതാണ് യുയോധ എന്ന് പറഞ്ഞുകൊണ്ടാണ് 28-ാം ശ്ലോകം മുതൽ നമ്മൾ കാണുന്നത്. യുയോധ ബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിനാ യുധ്യൻ മിത്രോ രാജൻ പ്രഹേതിനാ. യുയോധ ബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിനാ യുധ്യൻ മിത്രോ രാജൻ പ്രഹേതിനാ. ഇപ്പൊ ഇവിടെ യുയോധ ബലിഹി ഇന്ദ്രേണ, ബലിഹി അസുരരാജാവായ
മഹാബലി ഇന്ദ്രേണ യുയോധ, ഇന്ദ്രനോടുകൂടെ യുദ്ധം ചെയ്തു. ഇന്ദ്രനെ നേരിട്ടു എന്നർത്ഥം. അപ്പൊ രണ്ടുപേരും രണ്ട് ഭാഗത്ത്, ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ, അസുരന്മാരുടെ നേതാവാണ് ബലി. അപ്പൊ അവര് തുല്യന്മാരാണ് ആ ഒരു അർത്ഥത്തില്. രണ്ടുപേരും രണ്ട് സൈന്യത്തിന്റെയും നായകന്മാർ, അധിപതികൾ. അവര് രണ്ടുപേരും തമ്മിൽ എതിരിടുകയാണ്. ബലിഹി ഇന്ദ്രേണ യുയോധ. അതേസമയം മറ്റ് പലരും ആരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറയണം. താരകേണ ഗുഹോ അസ്യത. താരകേണ, താരകാസുരൻ എന്ന അസുരനോട് ഗുഹ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സേനാപതിയായ സുബ്രഹ്മണ്യസ്വാമി. അപ്പൊ സുബ്രഹ്മണ്യസ്വാമി താരകാസുരനോട് അസ്യത പറഞ്ഞാല് ആയുധങ്ങൾ പ്രയോഗിച്ചു, അസ്ത്രങ്ങൾ എയ്തു എന്നാണ് അർത്ഥം. എതിർത്തു എന്നൊക്കെ അർത്ഥം. അസ്ത്രം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവുന്നത് അസ് എന്നുള്ള ധാതുവിൽ നിന്നാണ്. അസ്യതേ ത്രായതേ ഇതി അസ്ത്രഃ. അസ്യത്തെ എന്ന് പറഞ്ഞാല് വിക്ഷേപിക്കുക എന്നാണ്. എറിയുക, വിക്ഷേപിക്കുക. നമ്മള് വായിൽ നിന്ന് തുപ്പുന്നത് പോലും ഒരു വിക്ഷേപമാണ്. ഒരു തുപ്പല് പുറത്തേക്കുള്ളതായിട്ടൊരു വിക്ഷേപമാണ്. അതുകൊണ്ട് നമ്മുടെ വായയ്ക്ക് ആസ്യം എന്ന് പേര്. വായ ആസ്യം എന്ന് പറയാൻ കാരണം ഇതിൽ നിന്ന് വാക്ക് പുറത്തേക്ക് വരുന്നു, തുപ്പല് പുറത്തേക്ക് വരുന്നു, ഛർദി പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ്, എക്സിറ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ളത് പലതും പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള, വിക്ഷേപിക്കാനുള്ളൊരു എക്സിറ്റ് ആണ് നമ്മുടെ വായ. അതുകൊണ്ട് അതിന് ആസ്യം എന്ന് പേര്. അസ്യത്തെ ഇത് ആസ്യം. അതുപോലെ കൈവിട്ട് പ്രയോഗിക്കുന്ന, വിക്ഷേപിക്കുന്ന ആയുധങ്ങൾ, അസ്ത്രം, അതൊക്കെ ഈ അസ എന്നുള്ള ധാതുവിൽ നിന്നാണ്. അതാണ് അസ്യത്തെ അല്ലെങ്കിൽ അസ്യത എന്ന് പറഞ്ഞത്. പരസ്പരം ആയുധങ്ങളെ പ്രയോഗിച്ചു, അസ്ത്രങ്ങളെയ്തു എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ താരകേണ ഗുഹോ അസ്യത. താരകനോട് ഗുഹൻ യുദ്ധം ചെയ്തു. വരുണോ ഹേതിന അയുധ്യൻ. വരുണ ഭഗവാൻ, ജലദേവതയായ, സമുദ്രദേവതയായ വരുണൻ, പടിഞ്ഞാറിന്റെ ദേവനായിട്ടുള്ള വരുണൻ, അദ്ദേഹം ആരോട് യുദ്ധം ചെയ്തു? ഹേതിന, ഹേതി എന്നുള്ളൊരു അസുരനോടാണ് യുദ്ധം ചെയ്തത്. ഹേതി എന്നാണ് അയാളുടെ പേര്. അപ്പൊ ഹേതിയോടുകൂടെ വരുണൻ യുദ്ധം ചെയ്തു. പ്രഹേതിനാ മിത്രഃ അയുധ്യത്. പ്രഹേതിനാ മിത്രഃ. പ്രഹേതി എന്നുള്ള ഒരു അസുരനോട് മിത്രൻ എന്ന ദേവൻ യുദ്ധം ചെയ്തു. മിത്രൻ എന്നുള്ളത് യമന്റെ ഒരു പര്യായ ശബ്ദമായിട്ടും പ്രയോഗിക്കും. കാലൻ, മിത്രൻ, യമൻ എന്നൊക്കെയുള്ളതൊക്കെ പര്യായ ശബ്ദമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോരോ കരണങ്ങളുടെ ദേവതകളും ആണ് ഇവര്. അപ്പൊ മിത്രൻ നമ്മുടെ വിസർജനേന്ദ്രിയത്തിന്റെ അധിപതിയും കൂടിയാണ്. അതുപോലെ ലോകത്തില് യമനാണ് എല്ലാറ്റിന്റെയും, ലോകത്തിലുള്ള എല്ലാ ഡിസ്പോസലിന്റെയും ഇൻചാർജ്. കാര്യം കഴിഞ്ഞ വസ്തുക്കളെയൊക്കെ നശിപ്പിച്ച് ഡിസ്പോസ് ചെയ്യുന്ന ആള് യമനാണ്. അപ്പൊ യമന്റെ പണി തന്നെയാണ് നമ്മുടെ ശരീരത്തിലും മിത്രൻ എന്ന ദേവൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആ മിത്രൻ എന്നുള്ളതായിട്ടുള്ള ദേവൻ പ്രഹേതി എന്നതായിട്ടുള്ള അസുരനോട് യുദ്ധം ചെയ്തു. അല്ലേ, നമ്മുടെ ശരീരത്തിലും ഈ യുദ്ധമൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ദൈവീ ശക്തികൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആസുരീ ശക്തികളോട് നിരന്തരം യുദ്ധം ചെയ്ത് ഇതിനെ നിലനിർത്തുന്നുണ്ടാവും. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഇതിന്റെ ഒരു സമഷ്ടി വേർഷനാണ് ദേവാസുര യുദ്ധം, പുറത്ത് നടക്കുന്നതായിട്ടുള്ള ബാഹ്യയുദ്ധം. അപ്പൊ ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടി ദുഷ്ടശക്തികളായ അസുരന്മാരോട് നല്ല ശക്തികളായ രക്ഷകന്മാരായ ലോകപാലന്മാരായ ദേവന്മാർ യുദ്ധം ചെയ്യുന്നു. യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യുയുധേ ത്വഷ്ട്രാ സവിത്രാ തു വിരോചനഃ. യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യുയുധേ ത്വഷ്ട്രാ സവിത്രാ തു വിരോചനഃ.
യമൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു, മിത്രനെയും യമനെയും പറഞ്ഞു. ഇനി മിത്രൻ എന്നുള്ളത് സൂര്യന്റെ പര്യായമുണ്ട്, പക്ഷെ ഇവിടെ സൂര്യൻ സവിത എന്നുള്ള പേരിൽ വേറെയുണ്ട്. അപ്പൊ സൂര്യനല്ല മിത്രൻ, യമന്റെ തന്നെ മറ്റൊരു റോളാണ് മിത്രൻ. അങ്ങനെ യമസ്തു കാലനാഭേന, യമൻ കാലനാഭനോടും വിശ്വകർമാമയേനവൈ, രണ്ട് ശില്പികളാണ്. വിശ്വകർമാവ് ദേവശില്പി, മയൻ അസുരശില്പി. വിശ്വകർമാവിന്റെ മകൻ തന്നെയാണ് മയൻ. അച്ഛനും മകനും തമ്മിലാണ് രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം എന്ന് പറയാം. ദേവശില്പിയും അസുരശില്പിയും തമ്മിൽ. വിശ്വകർമ്മ മയേനവൈ ശംബരോ യുയുദേ ത്വഷ്ടാ. ത്വഷ്ടാവ് എന്നുള്ള ദേവൻ നമ്മുടെ എന്താ പറയുക, നാരായണ കവചം ഉപദേശിച്ച ആ ത്വഷ്ടാവിന്റെ പുത്രൻ വിരോചനൻ, അല്ല എന്താ അദ്ദേഹത്തിന്റെ പേര്, വിശ്വരൂപൻ. വിശ്വരൂപന്റെ അച്ഛനാണ് ത്വഷ്ടാവ് എന്നുള്ളതായിട്ടുള്ള ദേവൻ. അപ്പൊ ത്വഷ്ടാവ് ഇപ്പൊ ദേവപക്ഷത്താണ്. ആ ത്വഷ്ടാവിനോട് ശംബരൻ എന്ന അസുരൻ യുദ്ധം ചെയ്തു. ശംബരാസുരൻ നമ്മള് എന്താ പറയുക, പ്രദ്യുമ്നന്റെ ചരിതത്തിൽ കാണും. രുക്മിണിയുടെ പുത്രനായ പ്രദ്യുമ്നൻ ഈ ശംബരാസുരനെ വധിക്കുന്നത്. അപ്പോ ശംബരൻ ത്വഷ്ടാവിനാൽ ഇവരൊക്കെ വീണ്ടും വീണ്ടും ജനിച്ചു വരുന്നതാണ്. അതുകൊണ്ടാണ് പല പ്രാവശ്യം പല രംഗത്ത് ഇവരെ കാണുന്നത്. ഇതൊക്കെ ഓരോ എന്താ പറയുക കർമ്മവാസനകളുടെ പ്രതിനിധികളാണ്. അപ്പൊ ഇവർക്ക് പെട്ടെന്നൊന്നും മരണമില്ല. ഇവര് വാസന ക്ഷയിക്കാതെ ഇവർക്ക് എങ്ങനെ നാശം വരിക? അപ്പൊ വീണ്ടും വീണ്ടും ജനിച്ചു വരും. അപ്പൊ അതേ പേരിൽ തന്നെ പുരാണത്തിൽ അവർ അറിയപ്പെടും. വേറെയും പേരുകളുണ്ടാവും കാലാകാലങ്ങളിൽ, എങ്കിലും അതേ പേരിൽ തന്നെ പല പുരാണങ്ങളിലും അവരെക്കുറിച്ച് പറയും. അപ്പൊ ശംബരാസുരൻ ത്വഷ്ടാവിനോട് യുദ്ധം ചെയ്തു. സവിത്രാതു വിരോചന, നമ്മുടെ ശുംഭനിശുംഭന്മാരടക്കം ഇവിടെ വരുന്നുണ്ട്. ആ ശുംഭനിശുംഭന്മാര് ഒരിക്കൽ ചണ്ഡികാദേവിയാൽ വധിക്കപ്പെട്ടു. എന്നിട്ട് അതേ ചണ്ഡികാദേവി ദേവീ മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ അവസാനം പറയണ്ടല്ലോ, വീണ്ടും ഒരു ശുംഭനിശുംഭന്മാരുണ്ടാകും, അപ്പോ ഞാൻ അവരെ നന്ദഗോപഗൃഹത്തിൽ ജാഥയായി വന്ന് അവരെ വധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശുംഭനിശുംഭന്മാരെന്നുള്ളവര് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പൊ ഇവിടെയും ശംബരൻ യുദ്ധേ ത്വഷ്ടാവിനോട് യുദ്ധം ചെയ്തു. സവിത്രാതു വിരോചന, ഇവിടെ വിരോചനൻ മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മഹാബലിയുടെ അച്ഛന്റെ പേരും വിരോചനാണ്. ഇത് വേറെ വിരോചനനാവാം. എന്തായാലും ഒരു വിരോചനൻ സവിത്ര, സവിതാവിനോട്, സവിത എന്ന് പറഞ്ഞാൽ സൂര്യദേവനോട് എന്നർത്ഥം. സവിത സൂര്യനാണ്, ലോകങ്ങളെ മുഴുവൻ പ്രസവിക്കുന്നവൻ, എല്ലാറ്റിനെയും തന്നിൽ നിന്ന് ജനിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. സൂര്യനിൽ നിന്നാണ് ഈ സൗരയൂഥം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നത്. ഈ ഭൂമിയിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒക്കെ സൂര്യന്റെ അനുഗ്രഹം മാത്രമാണ്. സൂര്യൻ ജനിപ്പിച്ചതാണ്. സവിത്രാതു വിരോചന, സവിതാവിനോട് വിരോചനനും യുദ്ധം ചെയ്തു. അപരാജിതേന നമുചിഹി അശ്വിനൗ വൃഷപർവണാം സൂര്യോ ബലിസുതൈർദേവോ ബാണജ്യേഷ്ഠൈശതേന ച. അപരാജിതേന നമുചിഹി അശ്വിനൗ വൃഷപർവണ സൂര്യോ ബലിസുതൈർദേവോ ബാണജ്യേഷ്ഠൈശതേന ച. അപരാജിതേന നമുചിഹി, നമുചി എന്ന് പറയുന്ന അസുരൻ അപരാജിതൻ എന്ന ദേവനോട് യുദ്ധം ചെയ്തു. അശ്വിനൗ വൃഷപർവണ, അശ്വിനൗ എന്നുള്ളത് രണ്ടുപേരാണ്. നാസത്യ ദസ്രൗ എന്നവരെ പറയും. നാസത്യനും ദസ്രനും രണ്ടുപേര് അശ്വിനീ ദേവന്മാരാണ്. ആ അശ്വിനീ ദേവന്മാർ രണ്ടുപേരും ആരോട് എതിർത്തു? വൃഷപർവണ, വൃഷപർവാവ് എന്ന് പറയുന്നതായിട്ടുള്ള അസുരനോട് യുദ്ധം ചെയ്തു. സൂര്യോ ബലിസുതൈർദേവോ ബാണജ്യേഷ്ഠൈ ശതേനച്ച. അപ്പൊ ഇവിടെ സൂര്യനെ വേറെ എടുത്ത് പറഞ്ഞിട്ട്, അപ്പൊ സവിതാവ് എന്നും സൂര്യനെന്നും ഒക്കെ വേറെ വേറെ പേരിൽ ഓരോ ദേവന്മാരെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓരോ പ്രത്യേക പ്രത്യേക ശക്തികളാണ് അവര്. അപ്പൊ സൂര്യൻ ആരോട്? ബലിസുതൈഹി ദേവ സൂര്യ, ദേവനായ സൂര്യൻ
ബലിസുതന്മാരോട് യുദ്ധം ചെയ്തു. ആ ബലിസുതന്മാർ ആരൊക്കെയാണെന്ന് പറയുന്നത് ബാണജ്യേഷ്ഠൈ ശതേന. ബലിക്ക് 100 പുത്രന്മാരുണ്ട്. അതിൽ ജ്യേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ ബാണൻ. ആ ബാണാസുരനെ നമ്മള് ദശമസ്കന്ധത്തില് ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനെ തടങ്കലിലാക്കുന്നതും ആ ബാണനുമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യുന്നതും 1000 കൈകളുണ്ടായിരുന്ന ബാണനെ 996 കൈകളും ഭഗവാൻ ഛേദിച്ച് 4 കൈകൾ മാത്രം ശേഷിപ്പിച്ച് മഹാദേവന്റെ പ്രാർത്ഥന കൊണ്ട് ജീവനോടെ വിട്ടു. ആ ബാണൻ പിന്നീട് മര്യാദക്കാരനായി. അല്ലെങ്കിലും മര്യാദക്കാരൻ തന്നെ ആയിരുന്നു, പക്ഷെ അഹങ്കാരിയായിരുന്നു. ശക്തി കൊണ്ട് അഹങ്കാരിയായിരുന്നു. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം ഭഗവാൻ കൃഷ്ണൻ ശമിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ ബാണൻ മഹാബലിയുടെ പുത്രനാണ്, അവർ ഏട്ടനാണ്. 100 പേര്, അദ്ദേഹത്തിന്റെ താഴെ 99 പേരുണ്ട്. അതാണ് ശതേന. ബാണജ്യേഷ്ഠൈ ശതേന ബലിസുതൈഹി സൂര്യ ദേവ. സൂര്യദേവൻ ഈ ബലിസുതന്മാരോട് 100 പേരോട്, ബാണൻ ജ്യേഷ്ഠനായിരിക്കുന്ന 100 പേരോട് യുദ്ധം ചെയ്തു. രാഹുണാ ച തദാ സോമഃ പുലോമനായുയുധേ അനിലഃ നിശുംഭശുംഭയോർദേവി ഭദ്രകാളി തരസ്വിനി. രാഹുണാ ച തദാ സോമഃ പുലോമനായുയുധേ അനിലഃ നിശുംഭശുംഭയോർദേവി ഭദ്രകാളി തരസ്വിനി. രാഹുണ സോമഃ തദ. അപ്രകാരം തന്നെ സോമൻ ചന്ദ്രൻ രാഹുണ രാഹുവിനോട് യുദ്ധം ചെയ്തു. അത് തമ്മിൽ ശത്രുതയുണ്ടെന്ന് പറഞ്ഞല്ലോ മുമ്പേ തന്നെ. അപ്പൊ ആ ശത്രുത വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. പുലോമുന യുയുധേ അനിലഹ. അനിലദേവൻ വായുദേവൻ പുലോമുന, പുലോമാ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുലോമൻ എന്ന് പറയാവുന്ന ആ അസുരനോട് അനിലഹ യുയുധേ വായുദേവൻ യുദ്ധം ചെയ്തു. നിശുംഭശുംഭയോർ ദേവി ഭദ്രകാളി തരസ്വിനി. നിശുംഭശുംഭന്മാർ 2 പേരോട് തരസ്വിനി എന്ന് പറഞ്ഞാല് വളരെ ശക്തിയുള്ളവൾ, വേഗതയുള്ളവൾ, ബലശാലിനി എന്നൊക്കെ അർത്ഥത്തിലാണ് തരസ്വിനി. തരസ്വിനിയായ ഭദ്രകാളി, ഭദ്രകാളി ദേവി ശുംഭനിശുംഭന്മാരോട് യുദ്ധം ചെയ്തു എന്ന്. വൃഷാകപിസ്തു ജംഭേന മഹിഷേണ വിഭാവസുഹു ഇൽവലസ്സഹവാതാഭിഹി ബ്രഹ്മപുത്രൈരരിന്ദമ. വൃഷാകപിസ്തു ജംഭേന മഹിഷേണ വിഭാവസുഹു ഇൽവലസ്സഹവാതാഭിഹി ബ്രഹ്മപുത്രൈരരിന്ദമ. ഇപ്പൊ വൃഷാകപി ജംബേന, വൃഷാകപി എന്നുള്ളതും ഇന്ദ്രന്റെ ഒരു പര്യായമാണ്. അപ്പൊ ഇന്ദ്രന്റെ മറ്റൊരു ശക്തി ആയിട്ട് വൃഷാകപിയായ ഇന്ദ്രൻ ജംബേന അനുഗ്രഹം വർഷിക്കുന്നവൻ, മഴ പെയ്യിക്കുന്നവൻ, ലോകത്തെ അനുഗ്രഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് വൃഷാകപി എന്നുള്ളത് കൊണ്ട്. ഭഗവാൻ വിഷ്ണുവിനും പേരുണ്ട്, ഇവിടെ ഇന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വൃഷാകപിയായ ഇന്ദ്രൻ ജംഭേന, ജംബൻ എന്നുള്ള അസുരനോട് യുദ്ധം ചെയ്യുന്നു. ഈ ജംബനെയൊക്കെ പിന്നീട് ഇന്ദ്രൻ വധിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രൻ ജംബാരി എന്നൊക്കെ പേര് വരാൻ പോകുന്നത്. മഹിഷേണ വിഭാവസുഹു. വിഭാവസു എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ മറ്റൊരു പേരാണ്. അപ്പൊ അഗ്നിയുടെ തന്നെ അംശമായിട്ടുള്ള വിഭാവസു എന്ന ദേവൻ മഹിഷൻ എന്ന അസുരനോട് യുദ്ധം ചെയ്തു. അപ്പൊ ഇതും നമ്മുടെ ചണ്ഡിക മറ്റേ മഹിഷാസുരമർദ്ദിനിയാൽ വധിക്കപ്പെടുന്ന മഹിഷൻ വീണ്ടും ജനിച്ചതാവാം, അല്ലെങ്കിൽ മുമ്പേ ജനിച്ചതാവാം. എന്തായാലും മഹിഷേണ വിഭാവസു ഇൽവല സഹവാതാഭിഹി ബ്രഹ്മപുത്രൈരരിന്ദമ. അപ്പോ ഇൽവലനും വാതാപിയും അവർ 2 പേരും സഹോദരന്മാരാണ്, അസുരന്മാരാണ്. നമ്മുടെ അഗസ്ത്യ മഹർഷിയാൽ വധിക്കപ്പെടുന്നവരാണ് പിന്നീട് അവര്, വാതാപിയും ഇൽവലനും. അപ്പൊ അതില് വാതാപിയാണ് അഗസ്ത്യ മഹർഷി വധിക്കുന്നത്. ഇൽവലനെ നമ്മുടെ ബലരാമസ്വാമി വധിക്കുന്നുണ്ടോന്ന് സംശയം. അത് ഇല്വലനാണോ അത് ബല്ലുലനാണോ ഓർമ്മയില്ല. എന്തായാലും 2 സഹോദരന്മാരാണ് ഇല്വലനും വാതാപിയും. 2 പേരെയും അഗസ്ത്യൻ തന്നെയാണ് രാമായണത്തില് വരുന്നത്. ഒരാളെ ശാപ്പിടും, ഒരാളെ വധിക്കും. ഇല്വലനും വാതാപിയും. അവരോട് ബ്രഹ്മപുത്രൈഹി, ബ്രഹ്മപുത്രന്മാരായ മരീചി മുതലായ പ്രജാപതിമാര് ഇവരോട് യുദ്ധം ചെയ്തു എന്നാണ് താല്പര്യം.
ബ്രഹ്മപുത്രൈരരിന്തമ, ബ്രഹ്മപുത്രന്മാരാൽ അവർ യുദ്ധം ചെയ്തു. ബ്രഹ്മപുത്രന്മാരോട്, മരീചി മുതലായ പ്രജാപതിമാരോട് ഇല്വലനും വാതാപിയും യുദ്ധം ചെയ്തു. അവർക്ക് ബ്രാഹ്മണരോടാണ് ശത്രുത. അതുകൊണ്ടാണ് എന്താ പറയുക, നമ്മളെ വാൽമീകി രാമായണത്തിൽ കഥയുണ്ടല്ലോ അവരുടെ. ഇല്വലൻ വാതാപിയെ കറി വെച്ച് കൊടുക്കും. ബ്രാഹ്മണരെയൊക്കെ, ഋഷിമാരെയൊക്കെ, പ്രജാപതിമാരെയൊക്കെ തന്റെ ഗൃഹത്തിലേക്ക് അതിഥികളായിട്ട് വിളിച്ചിട്ട് പോയിട്ട്, എന്നിട്ട് ഈ വാതാപിയെ കറി വെച്ച് കൊടുക്കും. അവർ കഴിച്ചു കഴിയുമ്പോൾ ഇല്വലൻ പുറത്തുനിന്ന് വിളിക്കും, വാതാപി എന്ന് വിളിച്ചു കഴിഞ്ഞാല് അവരുടെ ഉള്ളിൽ പോയിരുന്ന വാതാപി, കറി വെച്ച് കഷ്ണങ്ങളായിരുന്ന വാതാപി ഒത്തുകൂടി ശരീരം ജീവൻ വെച്ച് ഇവരുടെ വയറ് കീറി പുറത്തേക്ക് വരും. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ബ്രാഹ്മണര് ഈ ഇല്വലനെ, വാതാപിയെ ഭക്ഷിച്ച് അവർ മരിച്ചു, വയറ് കീറി മരിച്ച കഥയുണ്ട്. അപ്പൊ അവരെയാണ് ഒരു ദിവസം അഗസ്ത്യൻ തന്നെ ഈ ബ്രാഹ്മണരാൽ പ്രേരിതനായി അവിടെ ചെന്ന് വാതാപിയെ ഇല്വലൻ ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ, കറി വെച്ച് കൊടുത്തപ്പോ അഗസ്ത്യൻ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറത്തേക്ക് വന്നിട്ടില്ല. വാതാപി വാതാപി എന്ന് ഇല്വലൻ വിളിച്ചത് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് തന്നെയാണ് ഇല്വലനെയും അഗസ്ത്യ മഹർഷി വധിച്ചു, തന്റെ തപശക്തി കൊണ്ട് എന്നാണ് നമുക്ക് ഓർമ്മ. അപ്പൊ എന്തായാലും വാതാപിയും ഇല്വലനും ബ്രഹ്മപുത്രന്മാരായ ബ്രാഹ്മണരോട് അഥവാ പ്രജാപതിമാരോട്, കശ്യപാദികളോട് അല്ലെങ്കിൽ മരീചി മുതലായവരോടൊക്കെ യുദ്ധം ചെയ്തു എന്നർത്ഥം. കാമദേവേന ദുർമർഷഃ ഉത്കലോ മാതൃഭിസ്സഹ ബൃഹസ്പതിശ്ച ഉശനസ നരകേണ ശനൈശ്ചരഃ. കാമദേവേന ദുർമർഷഃ ഉത്കലോ മാതൃഭിസ്സഹ ബൃഹസ്പതിശ്ച ഉശനസ നരകേണ ശനൈശ്ചരഃ. ദുർമർഷൻ എന്ന അസുരൻ കാമദേവേന, കാമദേവനോട് യുദ്ധം ചെയ്തു. ദേവപക്ഷത്ത് കാമദേവനും മറുപക്ഷത്ത് ദുർമർഷൻ എന്നുള്ളതായിട്ടുള്ള അസുരനും. ഉത്കലോ മാതൃഭിസ്സഹ, ഉത്കലൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ സപ്തമാതൃക്കളോട് യുദ്ധം ചെയ്തു. വൈഷ്ണവി, മാഹേശ്വരി, ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രഹ്മാണി, ഐന്ദ്രി, കൗമാരി, നാരസിംഹി, വാരാഹി മുതലായിട്ടുള്ള സപ്തമാതൃക്കളോട് ഉത്കലൻ യുദ്ധം ചെയ്തു. ബൃഹസ്പതിശ്ച ഉശനസ, ബൃഹസ്പതി ദേവഗുരുവാണ്, ഉശനസ് ശുക്രാചാര്യരാണ്. ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്, അങ്കിരസ് മഹർഷിയുടെ മക്കളാണ്. അവരും രണ്ട് പക്ഷത്തു നിന്ന് അവരെങ്ങനെ യുദ്ധം ചെയ്തു എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല. ആയുധങ്ങളെ കൊണ്ടാണോ, വാക്കുകളെ കൊണ്ടാണോ, അവരുടെ തപശക്തി കൊണ്ടാണോ, എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും ബൃഹസ്പതിശ്ച ഉശനസ, ബൃഹസ്പതി ശുക്രാചാര്യരോട് യുദ്ധം ചെയ്തു. നരകേണ ശനൈശ്ചരഃ, ശനൈശ്ചരൻ, ശനൈഹി ചരിക്കുന്നവൻ, പതുക്കെ ചരിക്കുന്നവൻ, മന്ദൻ, ശനി എന്ന ഗ്രഹം, അദ്ദേഹത്തോട് നരകൻ എന്ന അസുരൻ യുദ്ധം ചെയ്തു. അപ്പോ ശനൈശ്ചരനോട് നരകാസുരൻ, ഈ ശനൈശ്ചരൻ സൂര്യപുത്രനാണല്ലോ. ഛായാമാർത്താണ്ഡ സംഭൂതം എന്നാണ് നമ്മൾ ശനീശ്വരനെ സ്തുതിക്കുന്ന വാക്ക്. അപ്പൊ മാർത്താണ്ഡനിൽ നിന്ന് ഉണ്ടായവനാണ് ഛായ എന്ന ദേവിക്ക്. നീലാഞ്ജന സമാഭാസം, വാക്കുകൾ ഓർമ്മ വരില്ല. ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. അപ്പൊ എന്തായാലും സൂര്യപുത്രനായ ശനൈശ്ചരനോട് നരകൻ യുദ്ധം ചെയ്തു. നരകാസുരൻ, നമ്മുടെ ഭഗവാൻ വധിക്കുന്നുണ്ടല്ലോ നരകാസുരൻ, ആ നരകാസുരൻ. മരുതോ നിവാതകവചൈഹി കലകേയൈർവസവോമരാഹ വിശ്വേ ദേവാസ്തു പൗലോമൈഹി രുദ്രാക്രോധവശൈഃ സഹ. മരുതോ നിവാതകവചൈഹി കാലകേയൈർവസവോമരാഹ വിശ്വേ ദേവാസ്തു പൗലോമൈഃ രുദ്രാക്രോധവശൈഃ സഹ. മരുതോ നിവാതകവചൈഹി, നിവാതകവചന്മാരെന്ന അസുരനോട് മരുത്ത് എന്ന ദേവന്മാര്, 49 പേരുണ്ടല്ലോ മരുത്തുക്കൾ, ഇന്ദ്രന്റെ സഹോദരന്മാർ, ദിതിയിൽ ജനിച്ചവരാണ്, അവർ ദേവന്മാരായി തീർന്നു. ആ മരുത്തുക്കൾ അവര് നിവാതകവചന്മാരെന്ന അസുരനോട് യുദ്ധം ചെയ്തു.
എല്ലാവരും എഴുതി വിടുന്നുണ്ട്. ശരി, താങ്ക് യു. കാലകേയൈർവസവോ അമരാഹ. വസുക്കളെന്ന അമരന്മാർ, അഷ്ടവസുക്കള്, ദ്യോവ ദ്രോണൻ മുതലായിട്ടുള്ള അഷ്ടവസുക്കളുണ്ട്. അവര് കാലകേയന്മാരെന്ന അസുരന്മാരോട് യുദ്ധം ചെയ്തു, ഗ്രൂപ്പായിട്ട്. അപ്പൊ കാലകേയന്മാരോട് വസുക്കൾ യുദ്ധം ചെയ്തു. വിശ്വേദേവാസ്തു പൗലോമയീഹി. വിശ്വേദേവന്മാരെന്ന് പറയുന്നവരായിട്ടുള്ള ദേവന്മാര്, അവര് പൗലോമന്മാരെന്ന് പറയുന്നതായിട്ടുള്ള അസുരന്മാരോട് യുദ്ധം ചെയ്തു. രുദ്രാഹ ക്രോധവശൈ സഹ. ക്രോധവശന്മാര് എന്ന് പറയുന്ന അസുരന്മാരോട് രുദ്രന്മാർ, ഏകാദശ രുദ്രന്മാരുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയാ, ദേവവർഗത്തിൽപ്പെട്ട നമ്മള് 30 കോടി എന്നൊക്കെ പറയുന്ന അതിലും കൂടുതലുള്ള ദേവന്മാര്. മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ 49 പേരുണ്ട്. കാലകേയൻ, മറ്റേ വസുക്കൾ, അഷ്ടവസുക്കള്, വിശ്വേദേവന്മാര് 2 പേര്, മറ്റേ രുദ്രന്മാർ, ഏകാദശന്മാര്. ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള്, വിശ്വേദേവന്മാര്, മരുത്തുക്കൾ, ഇവരെല്ലാം കൂടി മറ്റസുരന്മാരോട് യുദ്ധം ചെയ്തു. ഇനി തയേവമാജൗ അസുരാസുരേന്ദ്രാഹ ദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാഃ അന്യോന്യമാസാദ്യ നിജഗ്നുരോജസ ജിഗീഷവസ്തീക്ഷ്ണശരാസിതോമരൈഃ. തയേവമാജൗ അസുരാസുരേന്ദ്രാഃ ദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാഃ അന്യോന്യമാസാദ്യ നിജഗ്നുരോജസ ജിഗീഷവസ്തീക്ഷ്ണശരാസിതോമരൈഃ. ത എന്നുള്ളത് തേ എന്നുള്ളത് ലോപിച്ചതാണ്. തേ അവര് ആരാണ്? അസുരാഹ സുരേന്ദ്രാഹ. അസുരന്മാരും ദേവന്മാരും എന്നർത്ഥം. ഏവം ഇപ്രകാരം ആജൗ. ആജൗ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ. ആജി എന്നുള്ളത് യുദ്ധം എന്നുള്ളതിന്റെ പര്യായ ശബ്ദമാണ്. അതിന്റെ സപ്തമിയാണ് ആജൗ. അത് സന്ധി വന്നിട്ട് ആജൗ പ്ലസ് അസുരാഹ ആജാവസുരാ എന്നായി തീരണം. ആജൗ പ്ലസ് അസുരാഹ ആജാവസുരാ. വകാരം വന്നു ചേരുന്നു സന്ധിയില്. അപ്പൊ ഇങ്ങനെ ആജിയിൽ അസുരന്മാരും സുരേന്ദ്രന്മാരും ദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാഹ. ദ്വന്ദ്വേന അവർ പരസ്പരം സംഹത്യ കൂടിച്ചേർന്നിട്ട് പരസ്പരം എതിരിട്ടു. യുധ്യമാനാഹ യുദ്ധം ചെയ്യുന്നവരായി തീർന്നു. അന്യോന്യമാസാദ്യ നിജഗ്നുരോജസ. അവര് അന്യോന്യം പരസ്പരം ആസാദ്യ കൂടിച്ചേർന്നിട്ട് സമീപിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചെന്ന് പ്രാപിച്ചിട്ട് അവര് എന്ത് ചെയ്തു? ഓജസാ നിജഗ്നുഹു. അവരുടെ ശക്തിയോടുകൂടെ ഹനിച്ചു എന്നാണ്, പ്രഹരിച്ചു. ഹന എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ് നിജഗ്നുഹു. നല്ലതുപോലെ ഹനിച്ചു, ആക്രമിച്ചു, പ്രഹരിച്ചു എന്നൊക്കെ അർത്ഥം. താടിച്ചു. എങ്ങനെയൊക്കെ, എന്തൊക്കെ ആയുധങ്ങളെ കൊണ്ട്, എങ്ങനെയായിട്ട്? ജിഗീഷവഹ. ജിഗീഷവഹ എന്ന് പറഞ്ഞാൽ ജേതും ഇച്ചു ജിഗീഷു. അതിന്റെ ബഹുവചനം ജിഗീഷവഹ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, ജയേച്ഛുക്കളായിട്ട് എന്നർത്ഥം. ജയിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട്. തീക്ഷ്ണ ശര അസി തോമരൈഹി. തീക്ഷ്ണങ്ങളായ ശരങ്ങളും മൂർച്ചയേറിയ അസ്ത്രങ്ങളെ കൊണ്ടും, അസി എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടും, തോമരം എന്നുള്ളത് ഈട്ടി മുതലായിട്ടുള്ള വലിയ ആയുധങ്ങളാണ്, കുന്തങ്ങൾ പോലെയുള്ളതായിട്ടുള്ള ആയുധങ്ങളാണ് തോമരം. അപ്പൊ അങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടും അവര് അന്യോന്യം ഓജസാ നിജഗ്നുഹു ശക്തിയോടെ പരസ്പരം താടിക്കുകയും പ്രഹരിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. ജിഗീഷവഹ. രണ്ടു കൂട്ടർക്കും ജയിക്കാനുള്ള ഇച്ഛയുണ്ട്. അങ്ങനെ ജയേഷ്ണുക്കളായിട്ട് അവര് യുദ്ധം ചെയ്തു എന്ന് താല്പര്യം. ഭുഷുണ്ടിഭി ചക്രഗദർഷ്ടി പട്ടിശൈഹി ശക്ത്യുൽമുഖൈ പ്രാസപരസ്വധൈരപി നിസ്ത്രിംശ ബല്ലൈ പരിഘൈ സമുദ്ഗരൈഹി സബിന്ദിബാലൈശ്ച ശിരാംസി ചിച്ചിദുഃ. ഭുഷുണ്ടിഭി
ചക്രഗദർഷ്ടി പട്ടിശൈഃ ശക്ത്യുൽമുഖൈ പ്രാസപരശ്വതൈരപി നിസ്ത്രിംശഭല്ലൈ പരിഘൈ സമുദ്ഗരൈ സബിന്ദിപാലൈശ്ച ശിരാംസി ചിച്ചിദുഃ. ഏതൊക്കെ ആയുധങ്ങളെ പ്രയോഗിച്ചു, എന്നിട്ട് ശിരാംസി ശിരസ്സുകളെ ചിച്ചിതു ഛേദിച്ചു. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയുധങ്ങളെ കൊണ്ട് ശിരസ്സുകളെ ഛേദിച്ചു എന്നാണ്. ഏതൊക്കെ ഭുഷുണ്ടികൾ എന്ന് പറയുന്ന ആയുധങ്ങള്, ചക്രങ്ങൾ, ഗദകൾ, ഋഷ്ടികൾ, പട്ടിശങ്ങൾ, ശക്തി എന്ന് പറയുന്ന വേലുകൾ, ഉൽമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തീക്കൊള്ളികളാണ്, അതുപോലെ കുന്തങ്ങള്, കോടാലികള്, വാളുകള്, ഭല്ലങ്ങള്, ഇരുമ്പുലയ്ക്കുകള്, മുദ്ഗരങ്ങള്, ഭിന്ദിപാലങ്ങള്, ഇതൊക്കെ വിവിധങ്ങളായ ആയുധ വിശേഷങ്ങളാണ്. ഇങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടൊക്കെ പരസ്പരം ശിരസ്സുകൾ ഛേദിച്ചു എന്നാണ്. ശിരാംസി ചിച്ചിതു. അങ്ങനെ യുദ്ധം മുറുകുകയാണ്. ഗജാസ്തുരംഗാ സരദാ പദാദയഃ സാരോഹവാഹ വിവിധാ വിഖണ്ഡിതാഃ നികൃത്തബാഹൂരുശിരോധരാംഗ്രയഃ ഛിന്നധ്വജേഷ്വാസതനുത്രഭൂഷണാഃ. ഗജാസ്തുരംഗാ സരദാ പദാദയഃ സാരോഹവാഹ വിവിധാ വിഖണ്ഡിതാഃ നികൃത്തബാഹൂരുശിരോധരാംഗ്രയഃ ഛിന്നധ്വജേഷ്വാസതനുത്രഭൂഷണാഃ. മറ്റ് വാഹനങ്ങള് അതുമൊക്കെ ആയുധങ്ങളേറ്റ് മരിച്ചും മുറിവേറ്റും വീഴുന്നുണ്ട്. അംഗവൈകല്യങ്ങൾ വന്നൊക്കെ വീഴുന്നുണ്ട്. അതാണ് ഗജാഹ ആനകള്, തുരങ്കാഹ കുതിരകള്, സരദാഹ രഥങ്ങളോടുകൂടി തേരോടുകൂടി വീഴുന്നുണ്ട് കുതിരകള്, പദാദയഃ പദാദികൾ എന്നാൽ കാലാളുകൾ, പദത്തിൽ സഞ്ചരിക്കുന്നവർ. അപ്പൊ കാലാൾ സൈന്യങ്ങളും. അപ്പൊ ചതുരംഗം പറഞ്ഞുകൂടെ, 4 അംഗങ്ങൾ എന്തൊക്കെയാണ്? ഗജങ്ങൾ, കുതിരകൾ, രഥങ്ങൾ, കാലാളുകൾ എല്ലാവരും വീഴുന്നുണ്ട്. സാരോഹവാഹ വിവിധാ വിഖണ്ഡിതാഹ. സാരോഹവാഹ വാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കുതിര, ആന മുതലായത് തന്നെയാണ് വാഹനങ്ങൾ, വഹിക്കുന്നവര്. സാരോഹം എന്ന് പറയുമ്പോൾ അതില് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ് സാരോഹം എന്ന് വെച്ചാൽ തേരും അതിന്റെ വാഹനങ്ങളോടും കൂടെ. ഇനി ആനപ്പുറത്തൊക്കെ ഇരിക്കാനുള്ള ചില പല്ലക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുമൊക്കെ കൂടിയിട്ട് അതും സാരോഹമാണ്. അപ്പൊ സാരോഹങ്ങളും വാഹങ്ങളും. വാഹങ്ങൾ എന്നാൽ ഈ പറഞ്ഞ വാഹനങ്ങളാണ്, കുതിരയും ആനയും ഒക്കെയാണ്. അത് വീഴുന്നുണ്ട്. അതിന്റെ കൂടെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങളും വീഴുന്നുണ്ട്. സാരോഹവാഹ വിവിധ വിഖണ്ഡിതാഹ പല വിധത്തില് ഖണ്ഡിക്കപ്പെട്ടു, മുറിക്കപ്പെട്ടു, ഛിന്ന ഭിന്നമാക്കപ്പെട്ടു, അസ്ത്രങ്ങളേറ്റ് മുറിക്കപ്പെട്ടു എന്നർത്ഥം. പിന്നെ നികൃത്ത ബാഹു ഊരു ശിരോധര അംഗ്രയഃ. നികൃത്തം നിതരാം കൃന്ദനം ചെയ്യപ്പെട്ടത്, മുറിക്കപ്പെട്ടത്. എന്തൊക്കെയാ? ബാഹു കൈകൾ മുറിക്കപ്പെട്ടു, ഊരു തുടകൾ മുറിക്കപ്പെട്ടു, ശിരോധരം കഴുത്ത്, ശിരോധരം കഴുത്തുകള്, അംഗ്രയഃ പാദങ്ങൾ. ഇങ്ങനെ വിവിധ അവയവങ്ങളും നികൃത്തങ്ങളായി മുറിക്കപ്പെട്ടു എന്നർത്ഥം. ഛിന്നധ്വജേശ്വാസ തനുത്രഭൂഷണാഹ. ഛിന്ന എന്ന് പറഞ്ഞാൽ ഛേദിക്കപ്പെട്ടതായിട്ടുള്ള ധ്വജങ്ങൾ, കൊടിക്കൂറകൾ അറ്റു വീഴുന്നുണ്ട്, കൊടിമരങ്ങൾ വീഴുന്നുണ്ട്, ധ്വജങ്ങൾ വീഴുന്നുണ്ട്. ഇശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ലുകൾ, ഇഷുക്കളെ അസിക്കുന്നത്, അമ്പുകളെ വിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഇശ്വാസം എന്ന് വില്ലിന് പേര്. അപ്പൊ ഇശ്വാസങ്ങള്. തനുത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തനുവിനെ ത്രാണനം ചെയ്യുന്നത്, ശരീരത്തെ രക്ഷിക്കുന്നത്, കവചങ്ങൾ, വർമ്മകൾ. അപ്പൊ കവചങ്ങൾ പൊട്ടി വീഴുന്നുണ്ട്. ഭൂഷണാഹ അവരുടെ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ, കാതിലും കഴുത്തിലും കയ്യിലും ഒക്കെ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ആയുധങ്ങളേറ്റ് അറ്റു വീഴുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ മുഴുവൻ, യുദ്ധഭൂമിയിൽ മുഴുവൻ ഇതൊക്കെ ചിന്നിച്ചെതറി പൊടിഞ്ഞു തകർന്ന് കിടക്കുകയാണ് എന്ന് പറയാം. ഗജാസ്തുരംഗാ സരദാ പദാദയഃ സാരോഹവാഹ വിവിധാ വിഖണ്ഡിതാഃ നികൃത്ത ബാഹൂരുശിരോധരാംഗ്രയഃ ഛിന്നധ്വജേശ്വാസ തനുത്രഭൂഷണാഃ തേഷാം പദാഘാതരതാംഗചൂർണിതാത്
ആയോധനാത് ഉൽബണ ഉത്തിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ചാതയൻ ന്യവർത്തദാശ്രിശ്രുതിഭിഃ പരിപ്ലുതാത് തേഷാം പദാഘാതരദാംഗചൂർണിതാത് ആയോധനാത് ഉൽബണ ഉത്തിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ചാതയൻ ന്യവർത്തദാശ്രിശ്രുതിഭിഃ പരിപ്ലുതാത്. തേഷാം ഇവരുടെ ഈ ദേവാസുരന്മാരുടെ പദാഘാത രഥാംഗചൂർണിതാത്. പദാഘാതം എന്ന് പറഞ്ഞാൽ ഇവര് കാലാളുകളൊക്കെ ഓടി നടക്കുന്നുണ്ട്. അവരുടെ പദങ്ങളുടെ ആഘാതം, കുതിരകളുടെ പദാഘാതം, ആനകളുടെ പദാഘാതം. പദാഘാതം എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടുള്ള പ്രഹരം ഭൂമിയിൽ, ആ ഭൂമിയിൽ നിന്ന് ചൂർണിതാത്, ചൂർണിതം ഭൂമിയിലുള്ള മണ്ണും മറ്റുമൊക്കെ ചൂർണമായി വളരെയധികം സൂക്ഷ്മ രേണുക്കളായി മാറി അന്തരീക്ഷത്തിൽ ധൂളികൾ പറക്കും. അപ്പോ അത് രഥാംഗം കൊണ്ടും, രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രമാണ് ഇവിടെ. അപ്പൊ പദാഘാതം കൊണ്ടും രഥാംഗം കൊണ്ടും തേരുകൾ ഉരുളുന്ന അതിന്റെ ചക്രങ്ങളുടെ ഇതുകൊണ്ടും ഗ്രൈൻഡ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭൂമിയിലെ മണ്ണ് ധൂളികളായിട്ട് ചൂർണിതാത് ആയോധനാത് ഉൽബണ ഉത്തിതസ്തദാ രേണുഹു. രേണുവാണ് ഇവിടെ കഥാനായകൻ ഈ ശ്ലോകത്തിലെ. രേണുഹു, രേണു എന്ന് പറഞ്ഞാൽ ആ പൊടി, ധൂളി. അപ്പൊ അത് എവിടുന്നാ വന്നത്? ഉത്തിത ആയോധനാത്. ആയോധനം എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ നിന്ന്, യുദ്ധരംഗത്ത് നിന്ന് എന്നൊക്കെ അർത്ഥം. ആ യുദ്ധഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതെങ്ങനെയൊക്കെ ആയിട്ട്? അസൃക്ശ്രുതിഭിഹി പരിപ്ലുതാത്. അസൃക്ക് എന്ന് പറഞ്ഞാൽ രക്തമാണ്, അതിന്റെ ശ്രുതി എന്നാൽ പ്രവാഹമാണ്. അപ്പൊ രക്തം പ്രവഹിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലൊക്കെ. അതുകൊണ്ട് പരിപ്ലുതങ്ങളാണ്, നനയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഈ ഭൂമിയിലെ ധൂളികൾ. എന്നിട്ടും എത്ര നനയ്ക്കപ്പെട്ടിട്ടും ഈ വണ്ടികള്, രഥങ്ങൾ ധാരാളം ഓടുന്നത് കൊണ്ട് വീണ്ടും ധൂളികൾ പൊങ്ങുന്നുണ്ട്. അപ്പൊ ഒരു തരത്തിലുള്ള രക്തഗന്ധമുള്ളതായിട്ടുള്ള ധൂളികളാണ് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നത്. അങ്ങനെയുള്ള ഉൽബണഃ രേണുഹു തഥാ ഉത്തിതഃ. ഉൽബണമായിട്ടുള്ള രേണു, ഉത്കടമായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു രേണു, മൊത്തത്തില് പൊടിപൂരം എന്ന് പറയില്ലേ, ധൂളികളെ കൊണ്ട് നിറഞ്ഞു രേണുഹു. അതെന്ത് ചെയ്തു? ദിശഃ ഖം ദ്യുമണിം ചാതയൻ. ദിശഃ ദിക്കുകളെയും, ഖം ആകാശത്തെയും, ദ്യുമണി എന്ന് പറഞ്ഞാല് ആകാശത്തിലെ രത്നം. ആരാണ് ആകാശത്തിലെ രത്നം? സൂര്യൻ. അപ്പൊ ദ്യുമണി എന്നാൽ ആകാശത്തിലെ രത്നം, അല്ലെങ്കിൽ പകലിന്റെ രത്നം എന്നും പറയാം. ദ്യു എന്നുള്ളതിന് ദിവസം എന്നുള്ള അർത്ഥത്തിലും ദ്യോവ് എന്നുള്ള അർത്ഥത്തിലും, രണ്ടർത്ഥത്തിലും വിഗ്രഹിക്കാം. അങ്ങനെ ആകാശത്തിലെ രത്നമായ മണിയായ ആ സൂര്യഭഗവാനെയും മറച്ചു. അപ്പൊ ആകാശത്തിലൊരു സൂര്യനുണ്ട്. ആ സൂര്യന്റെ ദേവതകൾ ഇവിടെ യുദ്ധത്തിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ദ്യുമണി അഥവാ സൂര്യനെയും ആകാശത്തെയും ദിക്കുകളെയും ചാതയൻ, ആച്ഛാദനം ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞ് പൊടിതൂളി പറന്നുകൊണ്ട് പിന്നീട് ന്യവർത്തത. ന്യവർത്തത എന്ന് പറഞ്ഞാൽ കുറച്ചു ദൂരം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും. എല്ലാം പൊങ്ങുകയും താഴുകയും ചെയ്യും, അങ്ങനെ അടങ്ങുകയും ചെയ്യും. എവിടെയാണോ ആളുകളുടെ കോലാഹലം കൂടുതലുള്ളത് അവിടെ പൊടി പൊങ്ങും. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാല് ആ പൊടി ധൂളികള് ശമിക്കുകയും ചെയ്യും. അങ്ങനെ നിവർത്തത എന്ന് പറഞ്ഞാൽ താഴേക്ക് മടങ്ങുകയും ചെയ്തു എന്നർത്ഥം. കാരണം അതിന് രക്തം കൊണ്ടുള്ള ഘനമുണ്ട്. രക്തം കട്ട പിടിച്ചതൊക്കെ ഈ ധൂളിയിലൊക്കെ ഇതുള്ളത് കൊണ്ട്, കുറച്ച് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് അത് താഴോട്ട് തന്നെ വേഗം പതിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയാനകമായിട്ടുള്ള ഒരു രംഗത്തെ വർണ്ണിച്ചതാണ്. തേഷാം പദ ആഘാതരദാംഗ ചൂർണിതാത് ആയോധനാത് ഉൽബണ ഉത്തിതസ്തകാരേണുഹു ദിശഖം ദ്യുമണിം ചാതയൻ നിവർത്തത അസൃക്ശ്രുതിഭിഹി പരിപ്ലുതാത്. അസൃക്ശ്രുതിഭിഹി പരിപ്ലുതാത് നിവർത്തത. രക്തപ്രവാഹം കൊണ്ട് നനയ്ക്കപ്പെട്ടിരുന്നത് കൊണ്ട് മടങ്ങി വരികയും ചെയ്തു. ധൂളികൾ പൊങ്ങിയെങ്കിലും പിന്നീട് രക്തത്തിന്റെ ആ പരിപ്ലുതം കൊണ്ട് താഴോട്ട് തന്നെ മടങ്ങുകയും ചെയ്തു എന്നർത്ഥം. ശിരോഭിരുദ്ധൂത കിരീടകുണ്ടലൈഃ
സംരംഭദൃഗ്ഭിഃ പരിദഷ്ടദച്ഛതൈഃ മഹാഭുജൈ സാഭരണൈ സഹായുധൈഃ സാ പ്രാസ്തൃതാ ഭൂഃ കരബോരുഭിർബഭൗ. ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലൈഃ സംരംഭദൃഗ്ഭിഃ പരിദഷ്ടദച്ഛതൈഃ മഹാഭുജൈ സാഭരണൈ സഹായുധൈ സാ പ്രാസ്തൃതാ ഭൂഃ കരബോരുഭിർബഭൗ. സാ ഭൂഃ ആ ഭൂമി, യുദ്ധഭൂമി, ബഭൗ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു എന്നാണ്. യുദ്ധഭൂമിയുടെ ശോഭ എന്ന് പറയുന്നത് മരുഭൂമി പോലെ കിടക്കുന്നതല്ല. യുദ്ധഭൂമി ശോഭിക്കണമെങ്കിൽ അവിടെ ഇതുപോലെയൊക്കെ കിടക്കണം. എന്തൊക്കെ കിടക്കണം? ആളുകളുടെ തലകളറ്റ് കിടക്കണം, കിരീടങ്ങൾ വീണ് കിടക്കണം, ആഭരണങ്ങൾ പൊട്ടിക്കിടക്കണം, കൈകൾ കാലുകൾ മുറിഞ്ഞു കിടക്കണം, രക്തമൊലിച്ചു കിടക്കണം, വാഹനങ്ങൾ കിടക്കണം. അങ്ങനെ പലതും കിടക്കുമ്പോഴാണ് ആ രണഭൂമിക്കൊരു ശോഭ. അല്ലെങ്കിൽ അതിനെ രണഭൂമി എന്ന് പറയില്ല. അപ്പോ ആ രണഭൂമി സാ ഭൂഹു ബഭൗ. എങ്ങനെയൊക്കെ എന്ന് പറയണ ശിരോഭിഃ ഉദ്ധൂത കിരീടകുണ്ടലൈഃ സംരംഭദൃഗ്ഭിഃ പരിദഷ്ടദച്ഛതൈഃ. ഇത് നാലും അല്ലെങ്കിൽ മൂന്ന് വിശേഷണം ശിരോഭിഃ എന്നുള്ളതിന്. ശിരസ്സുകളെ കൊണ്ട് ശോഭിച്ചു ഭൂമി. കീദൃശങ്ങളായ ശിരസ്സുകൾ? ഉദ്ധൂത കിരീടകുണ്ടലൈഃ. അതില് കിരീടങ്ങൾ ഉദ്ധൂതം പുറത്തേക്ക് വന്നിട്ടുണ്ട്, വീണ് കിടപ്പുണ്ട്. കുണ്ടലങ്ങൾ അറ്റുകിടപ്പുണ്ട്. അപ്പൊ അറ്റുകിടക്കുന്ന കുണ്ടലങ്ങളും തലയിൽ നിന്ന് സ്ഥാനം തെറ്റിക്കിടക്കുന്ന കിരീടങ്ങളുമുള്ളതായിട്ടുള്ള ശിരസ്സുകൾ. അതില് സംരംഭ ദൃഗ്ഭിഃ. ആ ശിരസ്സുകളിലെ കണ്ണുകളിലേക്ക് നോക്കിയാലോ ഇപ്പൊ വീണതാണേ, വീണിട്ട് അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ട്? ആ കോപം കണ്ണിൽ കാണാം. അതാണ് സംരംഭം എന്ന് പറഞ്ഞാൽ കോപമാണ്. അപ്പോ ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോണ്ടായിരുന്ന തീക്ഷ്ണമായിട്ടുള്ള ക്രോധത്തോടു കൂടിയതായിട്ടുള്ള നോട്ടം ആ കണ്ണുകളിൽ കാണാം. അത് കണ്ടാൽ തന്നെ പേടിയാവും അല്ലെ? തല അറ്റുകിടക്കുന്നു, പക്ഷെ കണ്ണിന് ജീവനുണ്ട്. കണ്ണിങ്ങനെ തുറച്ചു നോക്കണു ദേഷ്യത്തോടുകൂടെ. അങ്ങനെയുള്ള സംരംഭ ദൃഗ്ഭിഃ പരിദഷ്ടദച്ഛതൈഃ. പരിദഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കടിക്കപ്പെട്ടത്. ദച്ഛതം എന്ന് പറഞ്ഞാൽ ദന്തത്തിന്റെ ഛതം. ദന്തം പല്ലാണ്, അതിനെ ആച്ഛാദനം ചെയ്യുന്നത് ചുണ്ട്. അതാണ് ദച്ഛതം. ദത് പ്ലസ് ഛതമാണ് ദച്ഛതം. ദത് എന്നുള്ളത് ദന്തം, അതിനെ ആച്ഛാദനം ചെയ്യുന്ന ഛതം ചുണ്ട്. അപ്പൊ ദച്ഛതങ്ങൾ എങ്ങനെയുള്ളത്? പരിദഷ്ടം. ദേഷ്യം കൊണ്ട് ചുണ്ട് കടിച്ചിട്ടുണ്ട്. ക്രോധം കൊണ്ട് കണ്ണ് തീക്ഷ്ണമായിട്ട് നോക്കുന്നുണ്ട്, ചുണ്ടുകൾ ക്രോധം കൊണ്ട് കടിച്ചിട്ടുണ്ട്. അതാണ് പരിദഷ്ട ദച്ഛതൈഃ. ദച്ഛതങ്ങൾ പരിദഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള ശിരസ്സുകളെ കൊണ്ട്. അപ്പോ ആ യോദ്ധാക്കളുടെ ശിരസ്സാണ് നല്ല ക്രോധത്തോടുകൂടി വീര്യത്തോടുകൂടി യുദ്ധം ചെയ്തവരാണ്, ആരും ഭീരുക്കളല്ല എന്ന് ആ തലകൾ കണ്ടാൽ മനസ്സിലാവും. മഹാഭുജൈ സാഭരണൈ സഹായുധൈഃ. മഹാഭുജങ്ങൾ വീണ് കിടക്കണ്ട, വലിയ വലിയ ദീർഘങ്ങളായ കൈകൾ. എങ്ങനെയുള്ളത്? സാഭരണങ്ങൾ. കൈകളില് വളയും കങ്കണവും കേയൂരവും അങ്കുലീയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആഭരണങ്ങളോടുകൂടിയ വലിയ കൈകള്. അതിൽ ആയുധങ്ങൾ വിട്ടിട്ടില്ല. വില്ലും അമ്പും. ഒരു കയ്യിൽ വില്ല്, ഒരു കയ്യിൽ അമ്പ്, വാള്, ഗദ, കുന്തം എന്ന് പറഞ്ഞ മാതിരി ഓരോ കൈകളിൽ ഓരോരുത്തരുടെ ഓരോ മാതിരി ആയുധങ്ങളും ഉണ്ട്. അപ്പൊ ആയുധം വിടാത്ത കൈകള്, ആഭരണങ്ങളോടുകൂടിയ കൈകൾ അറ്റു വീണ് കിടപ്പുണ്ട്, കൈകൾ മാത്രമായിട്ട്. അതാണ് സാഭരണൈ സഹായുധൈഃ മഹാഭുജൈഃ സാ ഭൂഹു പ്രാസ്തൃത. പ്രാസ്തൃത എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആസ്തൃത. ആസ്തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിരിക്കുക എന്നാണ്. ദർഭ ആസ്തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർഭ വിരിക്കുക. കിടക്ക ആസ്തരണം ചെയ്യുക, വിരിപ്പ് ആസ്തരണം ചെയ്യുക. ആസ്തരണം നല്ലതുപോലെ വിരിക്കുക എന്നാണ്. ഇവിടെ ആസ്തൃത, പ്രാസ്തൃത, നല്ലതുപോലെ വിരിക്കപ്പെട്ടതുപോലെ. ഭൂമി മുഴുവൻ കവേർഡാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ കൊണ്ട്, തലകൾ കൊണ്ടും കിരീടങ്ങൾ കൊണ്ടും കൈകൾ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടുമൊക്കെ. ആസ്തൃത പ്രാസ്തൃത ഭൂ. കരബോരുഭിർ എന്നും കൂടി ചേർത്തു. കരബോരു എന്ന് പറഞ്ഞാൽ കരബം എന്നല്ല പറഞ്ഞു, തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈ. അതുപോലെയുള്ള ഊരുക്കൾ എന്ന് പറഞ്ഞാലോ ഈ യോദ്ധാക്കളുടെ തുടകള് അറ്റുകിടപ്പുണ്ട്. അത് ആനയുടെ തുമ്പിക്കൈ പോലെയുള്ളതായിട്ട് നല്ല മുഴുത്ത തുടകളും ഉണ്ട്.
അതുകളും കൊണ്ട് ബബൗ ശോഭിച്ചു എന്നർത്ഥം. അപ്പൊ യുദ്ധഭൂമിയുടെ അലങ്കാരം എന്ന് പറയുന്നത് ഇതാണ്. ആ യുദ്ധഭൂമി ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും, ഹാ ഞാനിപ്പോ ധന്യയായി എന്ന്. ആ യുദ്ധഭൂമിക്കുള്ള വേണ്ട അലങ്കാരങ്ങളൊക്കെ ആയി ശോഭിച്ചു എന്ന് താല്പര്യം. കബന്ധാസ്തത്ര ചോത്പേതുഃ പശ്യന്തഃ സ്വശിരോക്ഷിഭിഃ ഉദ്യതായുധദോർദണ്ഡൈഃ ആധാവന്തോ പടാന്മൃധേ. കബന്ധാസ്തത്ര ചോത്പേതുഃ പശ്യന്തഃ സ്വശിരോക്ഷിഭിഃ ഉദ്യതായുധദോർദണ്ഡൈഃ ആധാവന്തോ പടാന്മൃധേ. കബന്ധാഹ തത്ര ച ഉത്പേതുഃ. കബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടൽ മാത്രം, തലയറ്റുപോയ ശരീരങ്ങൾ, അതാണ് കബന്ധങ്ങൾ. അവിടെ ഉൽപേതുഃ താഴെ വീഴുകയാണ്, ഉൽപ്പതിക്കുകയാണ്. സ്വശിരോ അക്ഷിഭിഃ പശ്യന്തഃ. അത് വീഴുന്നത് ആര് കാണുന്നുണ്ട്? അവനവന്റെ അറ്റുകഴിഞ്ഞ ശിരസിലെ കണ്ണുകളെ കൊണ്ട് നോക്കുകയാണ്. അമ്പടാ, എന്റെ തന്നെ ശരീരത്തെ ഞാൻ വീഴുന്നത് ഞാൻ വേറിട്ട് നിന്ന് കാണുകയാണെന്ന് വെച്ചാൽ കണ്ണുകൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. ആ കണ്ണ് തുറച്ചു നോക്കുകയാണ് തന്റെ ശരീരം പതിക്കുന്നത്, തന്റെ കബന്ധം പതിക്കുന്നത്. അതാണ് എന്താ പറയാ, സ്വശിരോക്ഷിഭിഹി, തങ്ങളുടെ ശിരസിലുള്ള അക്ഷികളെ കൊണ്ട് പശ്യന്തഃ നോക്കുന്നവരായിക്കൊണ്ട് കബന്ധങ്ങൾ വീഴുന്നു. ആ കബന്ധങ്ങളില് ആയുധങ്ങളുണ്ട് കൈകളില്. അതാണ് ഉദ്യത ആയുധ ദോർദണ്ഡൈഹി. ദോർദണ്ഡങ്ങൾ കൈത്തണ്ടകൾ. അത് ഉദ്യതായുധം, ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ആയുധങ്ങള് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആധാവന്തോ ബടാൻ മൃതേ. മൃതേ ബടാൻ ആധാവന്തഃ. മറ്റ് ഭടന്മാരോട് ആധാവന്തഃ, ആസമന്ത ധാവന്തഃ, ഭടന്മാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയുധങ്ങളുമായിട്ട് മറ്റു ഭടന്മാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തല പോയത്. പക്ഷെ തല പോയപ്പോഴും ഓട്ടം നിർത്തിയിട്ടില്ല ചില ശരീരങ്ങൾ. കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് ആ ശരീരം മുന്നോട്ട് തന്നെ ധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭടന്മാരുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രപ്പാവകളെ പോലെ. മൃതേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് അങ്ങനെയുള്ള അതിഭയാനകമായിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക, വാങ്മയ ചിത്രങ്ങൾ വരച്ച് കാണിച്ചു തരികയാണ്. വാക്കുകളെ കൊണ്ട് നമുക്ക് ആ യുദ്ധരംഗത്തില് നടക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് കാണിച്ചു തരികയാണ്. ഈ തല അറ്റു വീഴുമ്പോഴും ആ തലയിലെ കണ്ണുകള് ഈ തന്റെ ശരീരത്തെ ഉറ്റു നോക്കുന്നുണ്ട്. ആ ശരീരത്തിലെ കൈകളില് ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, കാലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശത്രുക്കളുടെ നേരെ. അങ്ങനെയുള്ള യുദ്ധരംഗം. ബലിർ മഹേന്ദ്രം ദശഭിഃ ത്രിഭിർ ഐരാവതം ശരൈഃ ചതുർഭിശ്ചതുരോ വാഹാൻ ഏകേനാരോഹമർച്ചയത്. ബലിർ മഹേന്ദ്രം ദശഭിഃ ത്രിഭിർ ഐരാവതം ശരൈഃ ചതുർഭിശ്ചതുരോ വാഹാൻ ഏകേനാരോഹമർച്ചയത്. മഹാബലി ഇന്ദ്രനെ ആയുധങ്ങളെ, അസ്ത്രങ്ങളെ കൊണ്ട് ആക്രമിച്ചത് പറയണം. എത്ര ആയുധങ്ങളെ എവിടെയൊക്കെ എന്ന് പറയണ്. ബലിഹി മഹേന്ദ്രം, ബലി മഹേന്ദ്രനെ ദശഭിഹി ശരൈഹി 10 ശരങ്ങളെ കൊണ്ട് ദേവേന്ദ്രനെ, ത്രിഭിഹി ഐരാവതം, ത്രിഭിഹി ശരൈഹി ഐരാവതം, ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. ആ ഐരാവതം എന്ന ആനയെ, 40 ആനയെ എത്ര കൊണ്ട്? ത്രിഭിഹി 3 അസ്ത്രങ്ങളെ കൊണ്ട് എയ്തു. ചതുർഭിഹി ചതുരോ വാഹാൻ 4 അസ്ത്രങ്ങളെ കൊണ്ട് 4 കാവൽക്കാരെ, ഇന്ദ്രന്റെ ബോഡി ഗാർഡ്സ് ആയിരിക്കുന്ന 4 കാവൽക്കാരെ, ചതുരവാഹന്മാരെ. ഏകേന ആരോഹം, ഒന്നുകൊണ്ട് ഈ ആനയെ നിയന്ത്രിക്കുന്ന പാപ്പാനുണ്ട്, അവനെയാണ് ആരോഹൻ എന്ന് പറയുന്നത്. അപ്പൊ ആനക്കാരനെ ഒന്നുകൊണ്ട് അങ്ങനെ ഏകദേശം 18 അസ്ത്രങ്ങളെ കൊണ്ട്, 10 ഇന്ദ്രന്റെ നേരെ, 3 ഐരാവതത്തിന്റെ നേരെ, 4 കാവൽക്കാരുടെ നേരെ,
ഏകം കൊണ്ട് ആരോഹത്തിലേക്ക് അഥവാ ആനക്കാരന്റെ നേരക്ക് മഹാബലി ആർച്ചയത് എന്ന് പറഞ്ഞാല് പ്രാപിപ്പിച്ചു, പ്രയോഗിച്ചു എന്നൊക്കെ അർത്ഥം. ഋച്ച് എന്നുള്ളതായിട്ടുള്ള ധാതുവിന്റെ രൂപാന്തരമാണ് ആർച്ചയത്. അപ്പോ 18 അസ്ത്രങ്ങളെ കൊണ്ട് മഹാബലി ഇന്ദ്രനെ ആക്രമിച്ചു. പക്ഷേ ഇന്ദ്രൻ അതൊക്കെ കൊണ്ടുപോ. ഇന്ദ്രന്റെ കരവേഗം കാണിക്കുകയാണ്. ഇന്ദ്രനായത് എന്തുകൊണ്ടാണ്? ശക്തിയുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെയൊക്കെ തടയുന്നു. സതാൻ ആപതതശക്രഃ താവദ്ഭിഃ ശീഘ്രവിക്രമഃ ചിച്ഛേദനിശിതൈർഭല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവ. സതാൻ ആപതതശക്രഃ താവദ്ഭിഃ ശീഘ്രവിക്രമഃ ചിച്ഛേദനിശിതൈർഭല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവ. സഹ ശക്രഃ, ആ ശക്രൻ, ശതക്രതു അല്ലെ, 100 എന്താ പറയുക അശ്വമേധങ്ങൾ ചെയ്ത ഇന്ദ്രൻ, ശീഘ്രവിക്രമ, വളരെ ശീഘ്ര പരാക്രമിയാണ്, തിരിച്ചടിക്കാൻ വളരെ വേഗതയുള്ള ആളാണ്, കരവേഗമുള്ളവനാണ്. അങ്ങനെയുള്ള ഇന്ദ്രൻ ഹസന്നിവ എന്ന അവസാനം പറയുന്നുണ്ട്. ചിരിക്കുന്ന പോലെ, ചിരിച്ചുകൊണ്ട്, തനിക്കിതൊക്കെ നിസ്സാരമെന്ന് ഭാവിച്ചുകൊണ്ട്, ആപതതഃ തന്റെ നേരെ പാഞ്ഞെടുക്കുന്നതായിട്ടുള്ള അസംപ്രാപ്താൻ താൻ, അസംപ്രാപ്താൻ സംപ്രാപ്തങ്ങളല്ലാത്ത തന്റെ അടുത്തേക്ക് എത്താത്തവരായ അസ്ത്രങ്ങളെ, എന്നുവെച്ചാൽ എത്താൻ സമ്മതിച്ചില്ല എന്നർത്ഥം. ദൂരെ വെച്ച് തന്നെ നിശിതൈഹി താവദ്ഭിഹി ചിച്ഛേദ, നിശിതങ്ങളായ മൂർച്ചയേറിയതായിട്ടുള്ള താവദ്ഭിഹി ബല്ലൈഹി, അത്ര തന്നെ ഭല്ലങ്ങൾ, അസ്ത്രങ്ങളെ, ആയുധങ്ങളെ കൊണ്ട് ചിച്ഛേദ. അപ്പോ 18 അസ്ത്രങ്ങൾ തിരിച്ചും പ്രയോഗിച്ചു. 18 അമ്പുകൾ മഹാബലി പ്രയോഗിച്ചപ്പോൾ അതിന് 18 എണ്ണം തിരിച്ചയച്ചുകൊണ്ട് 18നെയും വഴിയിൽ വെച്ച് തന്നെ മുറിച്ചു വീഴ്ത്തി എന്ന് താല്പര്യം. തന്റെ അടുത്തേക്ക് വന്നില്ല. അടുത്തെത്തുന്നതിന് മുമ്പേ തന്നെ അവൻ പ്രയോഗിച്ച് മഹാബലി സന്തോഷിക്കാൻ ഇടകൊടുത്തില്ല. അതിനു മുമ്പേ ചിരിച്ചു. ഇത്രയേ ഉള്ളൂ എന്ന മട്ടില് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ടാണ് തനിക്ക് നേരെ വരുന്നതായിട്ടുള്ള അസ്ത്രങ്ങളെ, അത്രയും അസ്ത്രങ്ങളെ കൊണ്ട് തിരിച്ചടിച്ചു. സതാനാപതതശക്രഃ താവദ്ഭിഃ ശീഘ്രവിക്രമഃ ചിച്ഛേദനിശിതൈർബല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവ. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷഃ ശക്തിമാദദേ താം ജ്വലന്തീം മഹോൽകാഭാം ഹസ്തസ്ഥാം അച്ചിനദ്ഹരിഃ. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷഃ ശക്തിമാദദേ താം ജ്വലന്തീം മഹോൽകാഭാം ഹസ്തസ്ഥാം അച്ചിനദ്ഹരിഃ. തസ്യ കർമ്മ ഉത്തമം വീക്ഷ്യ, തസ്യ ഉത്തമം കർമ്മ വീക്ഷ്യ, അവന്റെ, ആരുടെ? ഇന്ദ്രന്റെ ഇത്രയും ശ്രേഷ്ഠമായ കർമ്മത്തെ കണ്ടിട്ട് ആ മഹാബലിക്ക് സഹിച്ചില്ല. ദുർമർഷൻ എന്നാൽ സഹിക്കാൻ പറ്റാത്തവനായിട്ട്, കോപം വർദ്ധിച്ചവനായിട്ട്, ശക്തിം ആദതേ, ശക്തി എന്നാൽ വേല്. അപ്പൊ തന്റെ രഥത്തിൽ നിന്നൊരു വേല് എടുത്തു കയ്യിൽ പിടിച്ചു. ശക്തിം ആദതേ. അപ്പോഴേക്കും താം ജ്വലന്തി മഹോൽകാബാം, ആ ജ്വലിക്കുന്ന മഹോൽകാബ എന്ന് പറഞ്ഞാൽ ഒരു ധൂമകേതുവിനെ പോലെ ശോഭിക്കുന്നത്, ഉൽക്കയെ പോലെ, മഹോൽക്കയെ പോലെ ശോഭിക്കുന്ന, ധൂമകേതുവിനെ പോലെ ശോഭിക്കുന്ന ആ ശൂലത്തെ കണ്ടിട്ട് ഹസ്തസ്ഥാം, വിടാൻ സമ്മതിച്ചില്ല. അതിനെ കയ്യിൽ നിന്ന് ഇന്ദ്രന്റെ നേരെ എറിയാൻ പുറപ്പെടുകയായിരുന്നു. അതിനെ വിക്ഷേപിക്കാൻ അനുവദിച്ചില്ല. അത് ഹസ്തത്തിൽ സ്ഥിതി ചെയ്യുമ്പോ തന്നെ, കയ്യിൽ പിടിച്ചിരിക്കുമ്പോ തന്നെ അച്ചിനത് ഹരിഹി. ഹരിഹി, ഇവിടെ ഹരി എന്നത് ഇന്ദ്രന്റെ പര്യായമാണ്. ഹരി ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുള്ളതിൽ ഒന്ന് ഇന്ദ്രൻ എന്നാണ്. അപ്പൊ ഇന്ദ്രൻ ഹരി അച്ചിനത് ഛേദിച്ചു കളഞ്ഞു. അപ്പോ മഹാബലി തന്റെ കയ്യിലുള്ള വലിയൊരു ശൂലത്തെ എടുത്ത് ഇന്ദ്രന്റെ നേരെ പ്രയോഗിക്കാൻ വേണ്ടി ഒരു ധൂമകേതുവിനെ വിക്ഷേപിക്കാൻ പോലെ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോഴേക്കും അതിന്റെ നേർക്ക് അസ്ത്രം പ്രയോഗിച്ച് അതിനെ ഛേദിച്ചു കളഞ്ഞു. കയ്യിൽ നിന്ന് വിക്ഷേപിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയാം. അത്രയും കൈവേഗമാണ് ആർക്ക്? ഇന്ദ്രന്. അത് കാണിക്കുകയാണ് ഇവിടെ. അപ്പോ അങ്ങനെ അതിനുശേഷം മഹാബലി വിവിധ ആയുധങ്ങൾ ഇന്ദ്രന്റെ നേരെ പ്രയോഗിക്കുന്നതും അതൊക്കെ പരാജയപ്പെടുന്നതും, പിന്നീട് മഹാബലി മായാപ്രയോഗം ചെയ്യുന്നതും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്നിപ്പോ തീരില്ല, എന്തായാലും നാളെ രാവിലെ തുടരാം.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പം എല്ലാവരെയും നാളെ കാണാം.